പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഊഷ്മളമായ ഉറൂസ് മുബാറക്ക് ആശംസിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിൽ കടക്കാം. പവിത്രമായ ഭീമാപള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു അംഗം എന്നുള്ള നിലക്ക് നമ്മുടെ ഭീമാപള്ളിയിൽ വന്നു പോകുന്ന ഓരോ ജനപ്രതിനിധിമാർ വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കി ഇലക്ഷൻ ടൈമിൽ MLA മുതൽ മന്ത്രിതലത്തിൽ വരെ എത്തിപ്പെട്ടാലും നമുക്ക് തരുന്ന മോഹന വാഗ്ദാനങ്ങളുടെ ഭാഗമായിട്ട് ഏകദേശം ഈ ഒരു വെള്ളക്കെട്ട് ഭീമാപള്ളിയിൽ ഞാൻ ബാല്യകാലം മുതലേ കണ്ടുവരുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പുരോഗമനത്തിനും ഉന്നമനത്തിനും ശക്തിയുക്തം നല്ല നിലക്ക് പ്രവർത്തിച്ചു വരുന്ന ഗവൺമെൻറ് പുരോഗമനത്തിൻ്റെ കൂമ്പാരത്തിൽ നല്ല നിലക്ക് പുരോഗമനം കാണിച്ചു വരുമ്പോഴും നമ്മുടെ ഇവിടെ നല്ല ഒരു ഫണ്ട് തന്നെ അനുവദിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലൂടെ ഈ വെള്ളക്കെട്ടിന് വേണ്ടി ഒരുപാട് ക്രിയാത്മകമായി നല്ല വർക്ക് ഒരു കൊല്ലം വരെ ഇവിടെ അടച്ചിട്ട് പണി ചെയ്ത് ഇവിടെയുള്ള ജനസമൂഹം വളരെ ബുദ്ധിമുട്ടി ചെറിയ വഴിയിലൂടെ സഞ്ചരിച്ചു പോയാണ് ഇതിനു വേണ്ടി സഹകരിച്ചത്. ഒരു കൊല്ലം വരെ ഈ റോഡ് അടച്ചിട്ട് പണി ചെയ്ത് നല്ല നിലക്ക് പണി വർക്ക് ചെയ്തിട്ടും ഞങ്ങളുടെ റോഡ് ഞാൻ ബാല്യകാലം കണ്ട അതേ രീതിയിൽ തന്നെയാണ് എല്ലാ വെള്ളക്കെട്ടുള്ള ഭാഗത്തും ഇപ്പോൾ കുന്നുകൂടി വെള്ളം കെട്ടുന്നു എന്നുള്ള ഇതാണ്. ഇന്നേ ദിവസം ഉറൂസിൻ്റെ ദിവസമാണ്. ഘോഷയാത്ര ആരംഭിക്കുവാൻ സമയമായി. ഈ ഘോഷയാത്ര ഈ വെള്ളക്കെട്ടിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഈ വെള്ളക്കെട്ടെന്ന് പറയുന്നത് ഒന്നല്ല, രണ്ടല്ല, 3-4 സ്ഥലങ്ങളിലുണ്ട്. എൻ്റെ പൊന്നാട് നാട്ടുകാരെല്ലാവരും ഈ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ വീക്ഷിക്കുന്നുണ്ട്. മദ്രസയിൽ പോകുന്ന കുട്ടികളാവട്ടെ, വലിയ സ്കൂൾ അധ്യാപകരാവട്ടെ, സ്കൂൾ വിദ്യാർത്ഥികളാവട്ടെ, എല്ലാവരും പുതുഉടുപ്പും അണിഞ്ഞ് സ്കൂളിൽ വരെ പോകുമ്പോൾ അവരുടെ ഷോക്സും പുതിയ ഷൂവും നനഞ്ഞുകൊണ്ടും അവർ വളരെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്യുന്നത്. ഇതിലേക്ക് ഈ റോഡിൻ്റെ പണി നല്ല നിലക്ക് ഞങ്ങൾക്കൊരു നല്ലൊരു റോഡാക്കി തരണമെന്ന് വിനയ പുരസ്കാരം ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കിന് വിരാമം കുറിക്കുന്നു. പവിത്രമാക്കപ്പെട്ട ഈ മഹത്തായ ഈ സംരംഭം നല്ലതുപോലെ ഉറ്റുനോക്കി വേണ്ടപ്പെട്ട പ്രതിനിധികൾ കണ്ണു തുറന്ന് ഞങ്ങളെ വെള്ളക്കെട്ടിൽ നിന്ന് മുക്തരാക്കി സന്തോഷമാക്കണമെന്ന് ഒരിക്കൽ കൂടി എൻ്റെ നാടിനും എൻ്റെയും എൻ്റെ ജനത്തിന് വേണ്ടിയും എൻ്റെ നാടിന് വേണ്ടിയും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.